മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ എങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ചു കണ്ടതിൽ സന്തോഷം എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തുന്നതിൽ തെറ്റ് പറയില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ ഇന്റർവ്യൂവിന്റെ പേരാണ് ഇരുവർ. ആരെങ്കിലും ആ പേര് ഒന്ന് മാറ്റുന്നത് നല്ലതായിരുന്നു എന്നും വി.ഡി. സതീശൻ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ മോഹൻലാലും ഒരുമിച്ചുള്ള ഒരു ടീസർ പുറത്തു വന്നത്. നടൻ മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആയിരുന്നു അത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെ പറയും, രാഷ്ട്രീയം എന്ത്, വ്യക്തിപരമായ പ്രതികരണങ്ങൾ എന്തൊക്കെ, അത് എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ഈ ടീസർ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ അഭിമുഖം ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടത്. എങ്കിലും ഇപ്പോൾ തന്നെ ശ്രീജിത്ത്, ഈ സോഷ്യൽ മീഡിയകളിലടക്കം പഴയ അഭിമുഖം, അതായത് ഇതിൽ പുതുമയുണ്ട് എന്നല്ല, നേരത്തെ ടെലിവിഷൻ ചാനലുകളൊക്കെ ആ ചാനലുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ അഭിമുഖങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ഇപ്പോൾ മരണപ്പെട്ട ശ്രീനിവാസൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തുന്ന പഴയ അഭിമുഖം അത് കൈരളി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇത് PRDയുടെ കീഴിൽ തന്നെ വരുന്ന, അല്ലെങ്കിൽ അതൊരു എല്ലാ ടെലിവിഷൻ ചാനലുകളിലേക്കും വരുന്ന ഒന്നായി അത് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു പുതിയ രീതിയാണ്, സർക്കാരിൻ്റെ രീതി എന്ന് തന്നെ പറയാം. അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്? അഭിലാഷ്, തങ്ങൾ ഇതിന്റെ പ്രത്യേകിച്ച് യാതൊരു കുറ്റവും പറയുന്നില്ല എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇങ്ങനെ അഭിമുഖങ്ങളൊക്കെ മോഹൻലാൽ നേരത്തെയും നടത്തിയിട്ടുള്ളതാണല്ലോ, അതിലെന്താണ് തെറ്റ് പറയാൻ കഴിയുക എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിലെങ്കിലും മുഖ്യമന്ത്രി ചിരിച്ചു കണ്ടല്ലോ. പലയിടത്തും മുഖ്യമന്ത്രി പെരുമാറുന്ന രീതിയെക്കുറിച്ച് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പലതും ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പോലും നേരെ ചൊവ്വേ അഭിമുഖീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അങ്ങനെ ഒരാൾ ഇങ്ങനെ മോഹൻലാലിനോടെങ്കിലും ചിരിച്ചു കണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലത്തിൽ അതിനെ ഒരു തരത്തിൽ പരിഹസിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ഈ ഒരു അഭിമുഖത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. 2008 പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അഭിമുഖം അന്ന് കോൺഗ്രസിന്റെ പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ എടുത്തിരുന്നു. ആ അഭിമുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ പേരും ഇരുവർ എന്നാണ്, ഇതിന്റെ പേരും ഇരുവർ എന്നാണ്. ഈ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഇത്തരം പേരൊക്കെയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതായത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫലത്തിൽ അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം സംസാരിച്ചത് PRD വഴി കോടികളാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷെ മോഹൻലാലിന് കൂടി ഉൾപ്പെട്ട ഒരു അഭിമുഖം ആയതുകൊണ്ട് അതിനെ നേരിട്ട് ആക്രമിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല. അതേസമയം തന്നെ പിണറായി വിജയന്റെ ശൈലി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ നേരിടാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അഭിലാഷ്. യെസ്, തീർച്ചയായും ശ്രീജിത്ത് ഒന്ന് തുടരുക. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ പെൻഷൻ പ്രായം ഉയർത്തിയത്, അത്തരം കാര്യങ്ങളിൽ കൂടി സതീശന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് സതീശൻ എന്താണ് പറഞ്ഞത് എന്ന് കൂടി ഒന്ന് കേൾക്കാം. അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയത്. അന്നിട്ട പേരായിരുന്നു ഇരുവർ. ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയില്ല. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയില്ലെന്ന് യാതൊരു വിശ്വാസവും നമുക്ക് നല്ല കാര്യമല്ല. ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നും കൂടി കാണട്ടെ, ചിരിച്ചൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്താണല്ലോ. ഇങ്ങോട്ട് മാത്രം പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചോദിക്കണത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. മോഹൻലാലിനോടെങ്കിലും മറുപടി പറയട്ടെ.
യെസ്, ഇതാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട സതീശൻ നടത്തിയ പ്രതികരണം. ഒപ്പം അതായത് അവസാന കാലഘട്ടത്തിൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ വളരെ വേഗത്തിൽ ചെയ്തു പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രായം വർദ്ധിപ്പിച്ചത് അടക്കം ഉള്ള തീരുമാനങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നു സതീശന്റെ പ്രതികരണം? ശ്രീജിത്ത്. അഭിലാഷ, തീർച്ചയായും സർക്കാർ പോകുന്ന പോക്കിൽ പലതും ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ വിഷയം JB കോശി കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്ട് 2023 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പലതരത്തിൽ ക്രൈസ്തവ സംഘടനകളടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയതാണ്. പക്ഷേ അന്നൊന്നും അതിനോട് തിരിഞ്ഞു നോക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി പോകുന്ന പോക്കിൽ അതങ്ങ് അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വന്നിരിക്കുന്ന ഓർഡറിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, സങ്കീർണതകളുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. PSCയുടെ പ്രായവർധന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, അതായത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറെ കാലം ആയി ഒരുപാട് ആളുകൾ, ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇടപെടാതിരുന്ന സർക്കാർ ഈ പോകുന്ന പോക്കിൽ എന്തോ ചെയ്തു പോകുന്നു. പ്രത്യേകിച്ച് അത് അടുത്ത സർക്കാരിന്റെ ബാധ്യതയായി മാറുന്നു. ശമ്പള കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഈ സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നടപടികൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അഭിലാഷ്. യെസ്, അതാണ് വിവിധ വിഷയങ്ങളിൽ ഉള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ടീസർ പുറത്തു വന്ന സാഹചര്യമുണ്ട്. അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ പുതിയ ആശയ സംവിധാനങ്ങളിലൂടെയൊക്കെ ആളുകളിലേക്ക് ജനപ്രതിനിധികൾ കൂടുതൽ സമ്മതിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെയാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു താരം സംസാരിക്കുന്നത്. നേരത്തെയും ഇത്തരം താരങ്ങളുടെ അഭിമുഖങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. അത് പലപ്പോഴും ആഘോഷവേളകളിൽ ഒക്കെയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെയൊരു അഭിമുഖം എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വൈവിധ്യമാർന്ന തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ അവരുടെ സന്ദേശങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ, അതായത് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്തിട്ടുള്ള സഭാ TVയിൽ അത്തരത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ VD സതീശൻ ഈ അഭിമുഖത്തെ രൂക്ഷമായി വിമർശിക്കുകയല്ല, മറിച്ച് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അത്തരം അഭിമുഖത്തിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. ഒപ്പം ആ പേരൊന്ന് മാറ്റാമായിരുന്നു. അതായത് കണ്ടും മിണ്ടിയും ഇരുവർ എന്ന തരത്തിലുള്ള ആ ഇരുവർ എന്ന പ്രയോഗം അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അതൊന്ന് മാറ്റിയാൽ നല്ലതായിരുന്നു എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.